പിന്നെ നിങ്ങൾ എന്താ പറഞ്ഞത് എനിക്ക് കളിക്കാറില്ല? പിന്നെ കുറെ പേര് പറയണ്ടല്ലോ എനിക്ക് കളിക്കാറില്ല, ഗ്രാനിയുടെ ബേസിക്സ് ഒന്നും അറിയില്ല. ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങൾ കായികമായും നിയമപരമായും നേരിടും. ഇപ്പൊ അറിയണത് വെപ്പൺ കീയാണ്, വെപ്പൺ മറ്റേ സ്ഥലം അതൊക്കെ എനിക്കിപ്പോ അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബ്ലൂ പ്രിന്റൊക്കെ പഠിച്ചു. ഇത് പോയിട്ട് വേറെ എന്തെങ്കിലും എല്ലാ സ്ഥലത്തും നോക്കാം, അടുക്കളയിലെ എവിടെയൊക്കെ പോയി നോക്കാം. നമുക്ക് സാധനം കിണറിന്റെ സാധനം എടുത്ത് നമുക്ക് പുറത്തുണക്കാം. ഓ കാറഞ്ചിനാണ്. ഓ തണ്ണിമത്തനുണ്ട്. എപ്പോഴും കീയാണ് കിട്ടാ. തള്ള വന്നു. ഇനി തള്ള മാറി എന്തേ എന്തെന്ത് നമുക്ക് ബുക്ക് കൊണ്ടുപോയിട്ട് മറ്റേ അത് ഗ്രാനിയുടെ അമ്മാവനോടല്ലേ വഴിയിലാണ്. ഇനിയിപ്പോ വഴി പോകാൻ പറ്റൂല. ഓ പിന്നെ അമ്മാമനെ ഉടച്ചു പോകണം. ഓ ഇത് എപ്പോഴും സ്പൈഡർ ഗെയിം തന്നല്ലോ, ഞങ്ങൾക്ക് ആവശ്യമില്ല. ഇതാടാ സ്പൈഡർ റൂമാണ്. എന്താണ് പെപ്പർ സ്പ്രേയാ? മിക്കവാറും തള്ളയുടെ കണ്ണിലടിക്കാനായിരിക്കും കേട്ടോ പെപ്പർ സ്പ്രേ. തള്ള വരണം കറക്റ്റ് കണ്ണിക്കാൻ അടിക്കണം. എന്നാലും ഗ്രാനി ഇത്ര ആയിട്ട് വെപ്പൺ മാറ്റാത്ത എല്ലാവർക്കും ഉണ്ട് വെപ്പൺ. എത്ര കൊല്ലങ്ങളായി 1 ഇറങ്ങി 2 ഇറങ്ങി 3 ഇറങ്ങി എന്നിട്ടും വെപ്പൺ മൊത്തം മാറ്റും. ഇപ്പൊ മറ്റേ ബാറ്റിനെ പിടിച്ചടക്കും. അതിന് മാറ്റണമെങ്കിൽ ഞാൻ മരിക്കണം. നിങ്ങൾക്കൊക്കെ ഒരു കാര്യം ചെയ്യാം, എന്നാ നടക്കും. അതിനെ ഞാനിപ്പോ മരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണമല്ലോ. ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാതില്ല. ഹലോ കാണില്ല ശിവരാമ, നിന്റെ തലയ്ക്ക് വെളിവില്ലാണ്ടായിട്ടുണ്ട്. അബദ്ധം കാണിക്കല്ലേ? അബദ്ധം അറിയാതെ പറ്റുന്നല്ലേ? ഇത് അറിഞ്ഞു ചെയ്യാൻ പോന്നാടാ. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? കൊള്ളാടാ, സൂപ്പർ. നിന്നെക്കണല്ല നിനക്ക് പിടിച്ച് ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. ഇത്ര കളി ഞാൻ തോറ്റ്. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി എന്നാണല്ലോ പറയാറ്. ഞാൻ ആ പടികൾ ചവിട്ടി കയറി ഇപ്പൊ എത്തി നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? ഇങ്ങനെ നോക്കിയാൽ എനിക്ക് ശബരിമല കാണാം. സ്വാമിയേ ശരണമയ്യപ്പോ. ഞാൻ ഈ തൊഴിൽ നിർത്തുകയാണ് ഭായി. ശിവ, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ പറയുന്നത്? ശരിക്കും ആലോചിച്ചിട്ടാണ് ഞാൻ നിർത്തുകയാണ് ഭായി. നീ അങ്ങനെ പറഞ്ഞാൽ നീ വന്നതി പിന്നെയാ എന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. നീ പോയാൽ വീണ്ടും സന്ധിക്കവരേക്കും